ഒരു വ്യക്തിയുടെ ആത്മാഭിമാനമാണ് അവന്റെ ഏറ്റവും വലിയ സമ്പത്ത്. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ബഹുമാനം അവന്റെ ശീലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ചാണക്യനീതിയിൽ പരാമർശിക്കുന്നു. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കുക. എന്നാൽ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ചില ശീലങ്ങൾ കാരണം മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കാതെ പോകുന്നു. അത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില ശീലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അത്തരം ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി എപ്പോഴും തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കണം. മോശം സഹവാസം കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ നിഷേധാത്മക ചിന്തകൾ വരുന്നു. അതുവഴി ആ വ്യക്തി ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ഒരിക്കലും ബഹുമാനം ലഭിക്കില്ല എന്ന് ചാണക്യൻ പറയുന്നു. മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് വളരെ മോശമായ ശീലമാണ്. ഇത് ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തി സ്വന്തം കുറവുകൾ മറക്കുകയും മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത്തരക്കാർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കില്ല. സമൂഹത്തിലെ മറ്റു ആളുകൾ അത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ആരോടും മോശമായി സംസാരിക്കരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഇത് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് നിങ്ങളെ വിശ്വാസമുണ്ടാകില്ല. കള്ളം പറയുന്നതിലൂടെ നിങ്ങളുടെ ബഹുമാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും മറ്റുള്ളവരോട് കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. ദേഷ്യക്കാരന്റെ സംസാരത്തിൽ മധുരമുണ്ടാകില്ല. കോപം ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെടുന്നു. കാരണം കോപത്തിൽ ഒരു വ്യക്തിക്ക് നല്ലതും ചീത്തയും വേർതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല അയാൾക്ക് തന്നെ ദോഷം വരുത്തുകയും ചെയ്യുന്നു. ഒരു വ്യക്തി ഒരിക്കലും കോപ സ്വഭാവം വച്ചു പുലർത്തരുത്. അത്തരം ആളുകൾക്ക് സമൂഹത്തിൽ ബഹുമാനം നഷ്ടപ്പെടുന്നു. അതിനാൽ നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം മധുരമായി സംസാരിക്കുക. നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ അലസരായ ആളുകൾക്ക് ഒരിക്കലും സമ്പത്ത് ശേഖരിക്കാനാവില്ല. ഇത്തരക്കാർക്ക് മടി കാരണം സാമ്പത്തിക നേട്ടത്തിനുള്ള നിരവധി അവസരങ്ങളും നഷ്ടപ്പെടുന്നു. ഇതുമൂലം ഭാവിയിൽ അവർക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അലസരായവരെ സമൂഹം ഒരിക്കലും ബഹുമാനിക്കുകയില്ല. ചാണക്യനീതി പ്രകാരം ഒരാൾ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചാൽ നെഗറ്റീവ് എനർജി അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കൂടാതെ അവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കില്ല. അതിനാൽ ഒരു വ്യക്തി എപ്പോഴും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ശുചിത്വം നിലനിർത്തണം. അത്യാഗ്രഹം ഒരു മോശം കാര്യമാണ്. അത്യാഗ്രഹം കാരണം ഒരു വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളുടെയും പ്രാധാന്യവും നഷ്ടപ്പെടുന്നു. ചാണക്യനീതി അനുസരിച്ച് ഒരു വ്യക്തി എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ പണം സമ്പാദിക്കണം. ചിലർ അത്യാഗ്രഹം മൂലം പലപ്പോഴും വഞ്ചനയിലൂടെയും മോശം വഴികളിലൂടെയും പണം സമ്പാദിക്കുന്നു. എന്നാൽ ഇത്തരക്കാരുടെ പണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നശിക്കും. നല്ല വഴിയിൽ സമ്പാദിച്ച പണം എല്ലാ കാലവും നിലനിൽക്കും. നിങ്ങൾക്കൊരാളെ എത്ര വേണമെങ്കിലും പ്രശംസിക്കാം, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.